മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിൽ നിന്നും പുറത്തുവരുന്നത്. മദ്യപിക്കുന്നതിനിടയിൽ വെള്ളമെടുത്ത് നൽകാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ 9 വയസ്സുകാരനായ ബന്ധുവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായിരിക്കുകയാണ്. യാകുത്ഗഞ്ച് ഗ്രാമത്തിലെ ജസ്വീർ ഗോളയുടെ മകൻ യശ്പാൽ ആണ് ക്രൂരതയ്ക്ക് ഇരയായത്. വെള്ളിയാഴ്ച ഗ്രാമത്തിലെ ഒരു പേരിടൽ ചടങ്ങിനിടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ബന്ധുക്കളും ഗ്രാമവാസികളും ഒത്തുകൂടിയ സന്തോഷകരമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നിരുന്നത്. ഈ സമയത്ത് പ്രതിയായ ധനേഷ് യാദവ് മദ്യലഹരിയിലായിരുന്നു. ചടങ്ങിനിടെ മദ്യപിക്കുകയായിരുന്ന ധനേഷ് അവിടെയുണ്ടായിരുന്ന യശ്പാലിനോട് മദ്യത്തിൽ ഒഴിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കളിച്ചു നടക്കുകയായിരുന്ന കുട്ടി വെള്ളം കൊണ്ടുവരാൻ വിസമ്മതിച്ചതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. മദ്യലഹരിയിൽ നിയന്ത്രണം വിട്ട ധനേഷ് യാദവ് കുട്ടിയോട് തട്ടിക്കയറുകയും തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് യശ്പാലിന്റെ വയറ്റിലേക്ക് വെടിയുതിർക്കുകയുമായിരുന്നു. ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ മറ്റ് അതിഥികൾ നോക്കി നിൽക്കുകയായിരുന്നു ഈ ക്രൂരകൃത്യം. വെടിയേറ്റ കുട്ടി രക്തത്തിൽ കുളിച്ച് വീണതോടെ ചടങ്ങ് നടന്ന സ്ഥലം പരിഭ്രാന്തിയിലായി. ഈ തക്കത്തിന് പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ കാസ്ഗഞ്ചിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില അതീവ ഗുരുതരമായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി അലിഗഡിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ശനിയാഴ്ചയോടെ കുട്ടി മരണത്തിന് കീഴടങ്ങി. ഒരു നിസ്സാര കാരണത്തിന്റെ പേരിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ വേർപാട് കുടുംബത്തെയും ഗ്രാമത്തെയും തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സംഭവം നടന്ന ഉടൻ തന്നെ കൊല്ലപ്പെട്ട യശ്പാലിന്റെ കുടുംബം സഹാവർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയതോടെയാണ് നിയമ നടപടികൾക്ക് തുടക്കമായത്. ഒരു നിസ്സാര തർക്കത്തിന്റെ പേരിൽ പിഞ്ചുബാലനെ വെടിവെച്ച് കൊന്ന സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കാസ്ഗഞ്ച് പോലീസ് അതീവ ജാഗ്രതയോടെയാണ് നീങ്ങിയത്. പ്രതിയായ ധനേഷ് യാദവിനെ ഉടനടി പിടികൂടുന്നതിനായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ ഭാരതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. പ്രതി അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ അതിർത്തികളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കി. ഒടുവിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ ഗിദൌലി കനാൽ പാലത്തിന് സമീപത്ത് വെച്ച് പോലീസ് സംഘം പ്രതിയെ വളയുകയും സാഹസികമായി പിടികൂടുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊലപാതകത്തിനായി പ്രതി ഉപയോഗിച്ച തോക്ക് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിലുണ്ടായ തർക്കം എങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. സംഭവത്തെക്കുറിച്ച് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ ഭാരതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: മദ്യലഹരിയിലുണ്ടായ ഒരു തർക്കമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. കൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സംഘത്തിന് പിടികൂടാനായി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ചുബാലന്റെ ജീവൻ കവർന്ന ഈ ക്രൂരകൃത്യത്തിൽ പ്രതിക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും ഏറ്റവും കർശനമായ രീതിയിൽ തന്നെ സ്വീകരിക്കും. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കാസ്ഗഞ്ചിലെ ഈ ദാരുണമായ കൊലപാതകം കേവലം ഒരു ക്രൈം റിപ്പോർട്ട് എന്നതിലുപരി ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ നിലനിൽക്കുന്ന ചില ഭീകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. മദ്യപാനവും അനധികൃത ആയുധങ്ങളുടെ ഉപയോഗവും ഇവിടുത്തെ ജനജീവിതത്തെ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നതിന്റെ വലിയ തെളിവാണ് 9 വയസ്സുകാരനായ യശ്പാലിന്റെ മരണം. സന്തോഷവും ആഘോഷങ്ങളും നിറഞ്ഞു നിൽക്കേണ്ട ഒരു പേരിടൽ ചടങ്ങ് ഒരു നിമിഷത്തെ മദ്യലഹരിയിലും പ്രകോപനത്തിലും ചോരക്കളമായി മാറിയത് വരാനിരിക്കുന്ന വലിയ വിപത്തുകളുടെ സൂചനയാണ്. ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ ഗ്രാമങ്ങളിൽ ഇത്ര എളുപ്പത്തിൽ ലഭ്യമാകുന്നത് എങ്ങനെയാണെന്നും ചെറിയ തർക്കങ്ങളിൽ പോലും അവ ഉപയോഗിക്കാൻ ആളുകൾ മടിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഉള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന്റെ പേരിൽ ഒരു പിഞ്ചുബാലന്റെ ജീവനെടുത്ത ഈ ക്രൂരതയ്ക്കെതിരെ കാസ്ഗഞ്ചിലും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇരമ്പുന്നത്. കുറ്റവാളിക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇത്തരം നിയമവിരുദ്ധമായ ആയുധ ശേഖരണത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും ഗ്രാമവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ കേസിൽ കൂടുതൽ ശാസ്ത്രീയപരമായ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്നും സംഭവത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.